സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. प्रभु का नाम को महिमा हो। आज रात के लिए मैं प्रभु को धन्यवाद देता हूं। ഇങ്ങനെ ഒരു അവസരം സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരുക്കി തന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ऐसे एक मौका स्वर्ग का प्रभु मेरे लिए भी दिया, मैं प्रभु को धन्यवाद देता हूं। പ്രത്യേകാല ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട എൽദോസ് പാസ്റ്ററോട് അവരുടെ ഫാമിലിയോട് പ്രത്യേകാല എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. खास करके मीटिंग के लिए मेरे को इनवाइट किया पास्टर एल्डोस को, उनके परिवार को मैं प्रभु का नाम से मैं धन्यवाद देता हूं। ഈ മീറ്റിംഗിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. आज रात मीटिंग में जुड़ा हुआ हर एक जन को प्रभु यीशु का नाम से मैं स्वागत करता हूं। प्रभु हम सभी को मिलकर आशीष करेंगे। आमेन। നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരല്ല, നിങ്ങൾ ഒരു ആത്മലോകത്തിൽ ജീവിക്കുന്നവരാണ്. നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. जब मैं आप लोगों को देखता हूं, आप लोग का चेहरा को देखता हूं, मैं एक ही बात मालूम होता है, आप लोग आत्मा का गहराई में चलने के लिए आपका आशा है, आपका प्यासा है, वही मैं पहचान सकता है। കാരണം ഇന്നത്തെ ഈ സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ പ്രകാശിക്കേണ്ടതല്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിലല്ല, മറ്റൊരു ലോകത്തിലായതുകൊണ്ട്, മറ്റൊരു വേൾഡിലായതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഒരു പ്രതിസന്ധികളെയും നമ്മളെ സ്വാധീനിക്കാതെ കൊണ്ടാണ് നമ്മുടെ ഫേസിൽ ആ തേജസ് വെളിപ്പെട്ട് നിൽക്കുന്നത്, നമ്മുടെ മുഖത്തിൽ ആ പ്രകാശം വെളിപ്പെട്ട് നിൽക്കുന്നത്. ഇതിൽ തന്നെ തുടരാൻ നമുക്ക് കർത്താവ് കൃപ തരട്ടെ. देखिए आज जैसा परिस्थिति है, परिस्थिति देखने से हम आनंद से खुशी से प्रभु को बस्तरी में बैठ नहीं सकता है, तो फिर हमारा भरोसा दुनिया में नहीं है, दुनिया हमारा जीवन को प्रभावित नहीं करता है। उससे बढ़कर प्रभु का महिमा में, प्रभु का आत्मा में चलने के लिए प्रभु हमको बुलाहट दिया, उसके लिए मैं प्रभु को धन्यवाद देता हूँ। എനിക്കറിയത്തില്ല, എന്റെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം ഞാൻ ഈ സമയം എന്റെ സ്പിരിറ്റിൽ ഞാൻ അനുഭവിക്കുന്നു. നിങ്ങളെ കാണുമ്പോൾ എന്റെ ഉള്ളിൽ എന്തോ ഒരു ഭയങ്കര സന്തോഷം, അങ്ങനെ ഒരു ജോയ്ഫുൾ ഒരു എക്സ്പീരിയൻസ് എന്റെ സ്പിരിറ്റിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു. मैं जब प्रार्थना सभा में मैं जुड़ा है, मैं आत्मा में अनुभव करता हूँ, असाधारण रीति से पवित्र आत्मा का एक आनंद मैं अनुभव करता हूँ। ഫിലിപ്പി ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനെന്ന. फिलिपिया का पत्री में 7 बोल लिखा है, प्रभु में सदा आनंदित रहो। എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ സന്തോഷം നിങ്ങളുടെ മുഖത്തിൽ ഞാൻ കാണുമ്പോൾ തന്നെ നിങ്ങളൊക്കെ അസാധാരണമായ ക്രിസ്തു വെളിപ്പാടിൽ ചലിക്കുന്ന ഒരു ചർച്ചയാണെന്നാണ് എന്റെ ആത്മാവിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. मेरे आत्मा में मैं पहचानता हूँ, मसीह का दर्शन में प्रभु ने खड़ा किया कलीसिया का मध्य में मैं आज रात सेवकाई कर रहे हैं। എനിക്ക് ദൈവാത്മാവിനെ അങ്ങനെ പറയാൻ പറയുന്നു. നമുക്ക് പഴയ നിയമം വേണം, പുതിയ നിയമം വേണം. ഞാൻ തിരിച്ചറിയുന്നു, ന്യൂ ടെസ്റ്റ്മെന്റോടുള്ള ബന്ധത്തിൽ കുറച്ചുകൂടെ ഡെപ്ത് ആയുള്ള ഒരു ടീച്ചിങ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് എനിക്ക് ആത്മാവിൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. मैं पवित्र आत्मा में मैं पहचानता हूँ, मतलब पुराना नियम है, नया नियम है, तो फिर आत्मा का सेवकाई में, नया नियम का सेवकाई में प्रभु आप लोग को खड़ा किया है। സ്തോത്രം. അതുകൊണ്ട് ദൈവം നമ്മളെല്ലാവരും സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, നിങ്ങൾ എന്തോ ഒരു ഭയങ്കര ഒരു സ്പിരിറ്റിന്റെ ഈ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ തെള്ളി വിടുന്നത് പോലെ ഒരു കാഴ്ച ആത്മാവ് എന്നെ കാണിക്കുന്നു. പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ബൈബിൾ ധ്യാനിക്കാനൊക്കെയും പരിശുദ്ധാത്മാവ് നിങ്ങൾ ദിവസങ്ങളിൽ തെള്ളി വിടുന്നത് പോലെ ഒരു കാഴ്ച ആത്മാവ് എന്നെ കാണിക്കുന്നു. पवित्र आत्मा शुरू से मेरे को दिखा रहे, असाधारण रीति से प्रार्थना करने के लिए, वचन का साथ बैठने के लिए प्रभु कलीसिया को जैसा फोर्सफुली एक जन को आगे बढ़ने के लिए देता है, ऐसा पवित्र आत्मा कलीसिया को और उत्साहित करता हो। ദൈവാത്മാവ് ഞാൻ കാണുന്നു, ഈ മീറ്റിംഗിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും ഭവനങ്ങൾ, ആ ഭവനങ്ങൾക്കകത്ത് പ്രാർത്ഥനയുടെ ആഴങ്ങളെ ദൈവം തുറക്കാൻ പോകും. आज प्रार्थना सभा में जुड़ा हुआ हर एक परिवार के अंदर प्रार्थना का गहराई में पवित्र आत्मा आपका जीवन को ले जाना चाहता हो।
എനിക്ക് ഇപ്പൊ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ കാണുന്നു ഇതേപോലെ പ്ലാറ്റ്ഫോമുകളിൽ മിഡ് നൈറ്റിൽ നിങ്ങൾ ചർച്ച ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ചില പ്രത്യേക അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് തുറക്കുന്നവനെ ആത്മാവ് കാണിക്കുന്നു. मैं नहीं जानता हूँ अभी ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലുണ്ട് പാസ്റ്ററെ. കർത്താവൻ അങ്ങനെ ഒരു കാഴ്ച കാണി മിഡ് നൈറ്റിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അതെന്തോ ഒരു ഭയങ്കര എക്സ്പ്ലോഷൻ ആയിട്ട് മാറാൻ പോകും. पवित्र आत्मा दिखा रहे जैसा खास करके प्रार्थना सभा चलते रहता है तो फिर जो रात का प्रार्थना है अर्धरात्रि का प्रार्थना कलिसिया को पवित्र आत्मा वो प्रार्थना को एक असाधारण रीति से जैसा एक एक्सप्लोशन बोले से बॉम्ब जैसा ब्लास्ट होता है असाधारण रीति से प्रभु का सामत को प्रकट करने के लिए प्रभु मीटिंग को इस्तेमाल करेगा. നിങ്ങളുടെ ചർച്ചിനെ കർത്താവ് ഒരു ഉണർവിന്റെ ഹബ്ബാക്കി മാറ്റാൻ പോകും. पवित्र आत्मा एक कलिसिया को ये अंतिम समय का बेदारी के लिए एक बहुमूल्य जैसा एक कलिसिया को प्रभु अलग कर रहे. ബംഗാൾ മുഴുവൻ നിങ്ങളുടെ കയ്യിലാ. വിശ്വസിക്കുന്നവർ ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. बंगाल पूरा ये कलिसिया का स्वाद कलिसिया का द्वारा प्रभु ने स्वाधीनता करेगा इम्पैक्ट करेगा. ऐसा विश्वास करने वाला अपना हाथ उठा के प्रभु को धन्यवाद कीजिए. ഞാൻ നിങ്ങളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല പാസ്റ്റർ. ഞാൻ ദിവസങ്ങളിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലൊക്കെയാണ്. പരിശുദ്ധാത്മാവ് എന്നെ അതൊക്കെ പറയും. അതുകൊണ്ടാണ് പറയുന്നത് എന്തോ ഒരു വലിയ ഉണർവ് നടക്കാൻ പോവാ. ആ ഉണർവിന്റെ ഉറവിടം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ദൈവം അതിന്റെ ഉറവയെ തുറക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കും. आमेन. पवित्र आत्मा में मैं बोल रहा हूँ. मैं आप लोग को खुशी करने के लिए नहीं बोल रहा हूँ. यही दिनों में मैं उपवास में प्रार्थना में बैठा है. बहुत बड़ा एक बेदारी बंगाल में होने वाला है. तो फिर ये कलिसिया को उसमें एक बहुमूल्य स्थान वो बेदारी में पवित्र आत्मा ये कलिसिया को ऐसा खड़ा करेगा. കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നത് ഒരു ഉണർവിന് വേണ്ടിയാ. पवित्र आत्मा कलिसिया को अलग किया है ये अंतिम समय का बेदारी के लिए. അതുകൊണ്ട് തന്നെ നിങ്ങളെ യേശപ്പയെ വിട്ട് പിന്മാറാൻ ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് പിന്മാറി പോകാൻ പറ്റത്തില്ല. इसलिए आप लोग प्रभु को छोड़ के जाना चाहे तो भी कुछ लोग जा नहीं सकेगा. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും നിങ്ങളെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിലേക്ക് കയറ്റും. इसलिए आप लोग प्रार्थना करने के लिए नहीं चाहे तो भी पवित्र आत्मा आपको प्रार्थना के लिए उत्साहित करके प्रार्थना में ले जाएगा. സ്തോത്രം സ്തോത്രം. നമുക്ക് ഈ പൗലോസിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. പൗലോസിനെ ദൈവം ഒരു വലിയ ഉണർവിന് വേണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിനെ പൗലോസിന് ഇഷ്ടമില്ല. മനസ്സിലായോ? ശൗൽ എന്ന പൗലോസിന് യേശുവിനെ ഇഷ്ടമില്ല. പക്ഷെ ഉണർവിന് വേണ്ടി കർത്താവ് മുന്നമേ ഇവനെ കണ്ടതുകൊണ്ട് യേശുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഇവന് കഴിയത്തില്ല. യേശുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ അവന് കഴിയത്തില്ല. हम लोग जानता है साधु बोल के बारे में. साधु बोल को प्रभु एक बेदारी के लिए प्रभु अलग किया. तो फिर वास्तविक रीति से देखिए उनका पुराना जिंदगी में वो कभी भी प्रभु को पसंद नहीं करते थे. प्रभु का रास्ता में नहीं था. കർത്താവ് നിന്നെ ഉണർവിന് വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ നീ അറിയാതെ യേശുവിനെ സ്നേഹിച്ചു പോകും. देखिए प्रभु ने साधु बोल को एक बेदारी के लिए चुन लिया था. इसलिए क्या है प्रभु का प्यार में प्रभु उसको चुन लिया. प्रभु उसको खड़ा किया. നീ ഉണർവിന് വേണ്ടി ദൈവത്താൽ കണ്ട ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ അനുവാദം വേണ്ട. നീ അറിയാതെ നീ പറഞ്ഞു പോകും. അവസാനം നീ പറഞ്ഞു പോകും, എനിക്ക് യേശുവിനെ വിട്ട് എനിക്ക് പറ്റത്തില്ല, യേശു ഇല്ലാതെ എനിക്ക് കഴിയത്തില്ലെന്ന് നീ പറയത്തക്ക നിലകളിൽ ആ ഡീപ്പായ ആ ഒരു ലവിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടെത്തിക്കും. पवित्र आत्मा एक बेदारी के लिए आपको चुन लिया तो वास्तविक रीति से ये प्रभु को छोड़ के आपको जा नहीं सकता है. आप अपना हृदय की गहराई से बोलेगा, प्रभु मैं आपसे छोड़ के मैं जा नहीं सकेगा. ഒരു സമയത്ത് ഞാൻ എന്റെ പ്രിയപ്പെട്ട അമ്മയോട് ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഏത് ജോലിക്ക് വേണമെങ്കിലും പൊക്കോളാം, പക്ഷെ ഈ കർത്താവിന്റെ വേല മാത്രം ചെയ്യത്തില്ല, ബൈബിൾ എടുത്ത് പ്രസംഗിക്കത്തില്ലെന്ന് ഞാനൊരു സമയം പറഞ്ഞിട്ടുണ്ട്. हमें पास्टर जी का अनुभव पास्टर जी बोल रहे हैं. പക്ഷെ ഇപ്പൊ എനിക്ക് ബൈബിൾ പ്രസംഗിക്കാൻ അല്ലെങ്കിൽ യേശുവിനെ പ്രസംഗിക്കാൻ ഭയങ്കര ആവേശമാണ്. കാരണം ഞാൻ പോലും അറിയാതെ കർത്താവുമായിട്ട് ഞാൻ അടുത്തുപോയി.
पास्टर जी का जवान उम्र में वो अपने माम को बोले थे, मैं जो भी काम में मैं जा सकता है तो फिर प्रभु का सेवा हम नहीं करेगा। तो फिर उसने ही बोल रहे, अभी प्रभु ऐसा उसको खड़ा किया, इसको छोड़ के मैं और कुछ कर नहीं सकता है। प्रभु का प्यार से प्रभु ऐसा उनका जीवन को प्रभु भर दिया। आमेन। ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. सभी लोग अपने हाथ को उठा के प्रभु को धन्यवाद कीजिए। അവൻ हालेलुया। ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിന്റെ അകത്ത് പ്രകാശിപ്പിച്ച് ഒരു വചനത്തെ നിങ്ങളുടെ ഉള്ളിൽ കൈമാറിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. मैं पहले हम लोग एक वचन को पढ़ेंगे, प्रभु ने जो वचन को दिया, इसके बाद ही हम लोग मैं आप लोग के लिए प्रार्थना करेंगे। तो हम लोग पढ़ेंगे प्रेरित 2 अध्याय, इसका प्रथम और दूसरा आयत। एक जन पढ़िए, कोई भी एक जन बंगाली में पढ़ना चाहे। हाँ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തൊരു മുഴക്കമുണ്ടായി. അവരിരുന്ന് വീട് മുഴുവനും നിറച്ചു. അടുത്ത വാക്യം കൂടെ വായിക്കാച്ച. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. 4-ാമത്തെ വാക്യം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. इसका 1, 2 और 4 पढ़ सकेगा? 1, 2 और 4 बंगाली में। शायद आपका कनेक्शन प्रॉब्लम है। ठीक है, हम पढ़ेंगे। ऐसा लिखा है, जब पेंटिकोस्ट का दिन आया सभी लोग एक ही जगह में बैठा था। इसके बाद ही लिखा है, सडनली अचानक स्वर्ग से एक आवाज आया, मतलब एक बड़ा आंधी आया जो बाड़ी में जितना लोग था सभी लोग को पवित्र आत्मा भर दिया। और 4 में लिखा है, सारे लोग आत्मा का भरपूरी में पवित्र आत्मा से नया नया भाषा में प्रभु से बात करना शुरू हो गया। आमेन। भाषा अनम्यूट है ना, म्यूटा भाषा। ഓക്കെ, വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. आज रात जो वचन को हम लोग पढ़ा, मतलब बहुत आशीषित वचन प्रभु ने आज रात हमारे लिए दिया है। നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. हम लोग को बहुत परिचय है, वचन बहुत परिचय है। ഒന്നുകൂടെ ഇറങ്ങി പറയുവാണെങ്കിൽ ഇതൊരു ഉണർവിന്റെ താക്കോൽ വാക്യമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കേട്ടത്. റിവൈവലിന്റെ ഒരു കീ വേർഡാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കേട്ടത്. और गहराई से बोलने से यही है, एक बेदारी का चावी है ये वचन। അതെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഏതൊരു വിഷയത്തിന്റെയും കീ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. जो भी बात का चावी हमको मालूम होने से वो बात हमको खोल सकता है। അതെ, കിണ്ടത്തോടുള്ള ബന്ധത്തിൽ ഈ താക്കോലിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. प्रभु का राज्य में चावी बहुत मूल्य होता है। അതെ, കീക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. मतलब जो चावी है, चावी बहुमूल्य होता है प्रभु का राज्य में। ശിഷ്യന്മാരെ അഭിശക്തമായിട്ട് ഉണർവിൽ ഉപയോഗപ്പെടാനുള്ള അതിപ്രധാനപ്പെട്ട റീസൺ, ഉണർവിന്റെ കീ അവർക്ക് അറിയാമായിരുന്നു. ഉണർവിന്റെ കീ അവരുടെ കയ്യിലായിരുന്നു. അതുകൊണ്ടാണ് ഉണർവിന്റെ അകത്ത് അവർ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ടത്. यीशु का चेला लोग को प्रभु बेदारी में बहुत सा इस्तेमाल किया। क्यों इस्तेमाल किया? ये बेदारी का चावी उन लोग का हाथ में मिल गया, उन लोग पहचान लिया। അതെ, നമ്മൾ സുവിശേഷ പുസ്തകങ്ങൾ ധ്യാനിക്കുമ്പോൾ പത്രോസ് എന്ന ദൈവമനുഷ്യൻ യേശുവിനെ നോക്കി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവമനുഷ്യന്റെ മേൽ കർത്താവ് ആദ്യമായിട്ട് കൈമാറിയത് ഒരു കീ ആയിരുന്നു. ദൈവരാജ്യത്തിന്റെ താക്കോലായിരുന്നു ആ ദൈവമനുഷ്യന്റെ മേൽ ദൈവം കൈമാറിയത്. जब साइमन पीटर ने बोले थे, प्रभु तूने हालेलुया मसीहा है, जब प्रभु को उन्होंने पहचान लिए थे, ये सच्चाई से क्या था? प्रभु का राज्य को, सच्चाई को जानने का चावी प्रभु उनका हाथ में दे दिया। ഞാൻ ആദ്യമായിട്ടാണ് പെട്ടെന്ന് എന്റെ ലൈവായിട്ട് റെവലേഷൻ എനിക്ക് ദൈവാത്മാ തരുക. ആദ്യമായിട്ട് ശിഷ്യന്മാരുടെ മേൽ
കൈമാറപ്പെട്ടത് ആദ്യമായിട്ട് കർത്താവ് ഒരു കൈമാറ്റം നടന്നത് കീയോടുള്ള ബന്ധത്തിലാണ്, താക്കോലോടുള്ള ബന്ധത്തിലാണ്. അത് പത്രോസിന്റെ മേലാണ് സംഭവിച്ചത്. देखिए प्रभु के राज्य का सबसे बड़ा चावी की प्रभु ने सबसे प्रथम दिया, वो पीटर का हाथ में दे दिया, एक दर्शन का द्वार। ഞാൻ എന്താ പറയുന്നത്, ന്യൂ ടെസ്റ്റ്മെന്റിന്റെ അകത്ത് എന്താ ഒരു ആദ്യ കൈമാറ്റമാണെന്ന് പറയാം. അതായത് യേശു ആദ്യമായിട്ട് ശിഷ്യന്മാരുടെ മേൽ കൈമാറുന്ന ഒരു കൈമാറ്റമാണെന്ന് പറയാം. ദൈവരാജ്യത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞ ഒരു കൈമാറ്റം. देखिए प्रभु ने नया नियम में अपना चेलों को दे दिया। सबसे प्रथम गुप्त बात है, प्रभु का राज्य का चावी को अपना चेलों का सामने प्रभु खोल दिया। ന്യൂ ടെസ്റ്റ്മെന്റോടുള്ള ബന്ധത്തിൽ താക്കോൽ എന്ന് പറഞ്ഞ വാക്കിന്, കീ എന്ന് പറഞ്ഞ വാക്കിന് ഭയങ്കര പ്രസക്തിയുണ്ട്. नया नियम में जब हम लोग चावी बोलेगा, की बोलेगा, ये बहुत इंपॉर्टेंट, बहुमूल्य होता है। ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഞാൻ കൈമാറാം. നിന്റെ കുടുംബത്തിന്റെ അകത്ത് ചിലത് തുറന്നു വരണമെങ്കിൽ നീ ഈ ദിവസങ്ങളിൽ താക്കോലിനെ സ്വീകരിക്കണം. आज रात आपका परिवार के अंदर कुछ खोलने के लिए प्रभु का राज्य का चावी को आप स्वीकार करने के लिए तैयार होना है। നിങ്ങളുടെ പട്ടണത്തിനകത്ത് ഇന്ന് രാത്രി ചിലത് തുറന്നു വരണമെങ്കിൽ നിങ്ങൾ ഒരു താക്കോലിനെ സ്വീകരിക്കണം. आज रात आपका शहर का ऊपर कुछ खोलने के लिए प्रभु का राज्य को आप स्वीकार करने के लिए, उसका चावी को स्वीकार करने के लिए तैयार होना है। നമ്മുടെ രാജ്യത്തിനകത്ത് ഇന്ന് രാത്രി ചിലവ് തുറന്നു വരണമെങ്കിൽ നമ്മൾ അവന്റെ കയ്യിലിരിക്കുന്ന താക്കോലുകളെ സ്വീകരിക്കണം. हमारे राज्य में हम कुछ खोलने के लिए, कुछ पाने के लिए प्रभु का राज्य का चावी को हम इस्तेमाल करने के लिए जानना है। കാരണം തുറന്നു വരണമെങ്കിൽ നമുക്ക് അവിടെ താക്കോലിന്റെ ആവശ്യമുണ്ട്. आमीन। कुछ खोलने के लिए चावी का जरूरत है। ആമേൻ. തുറക്കുക എന്നൊരു വെളിപ്പാടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ओ जब खोलने का बाद हम लोग बोलेगा, वचन में ऐसा लिखा है, दाऊद का चावी जो जिसका पास है, यीशु का बारे में ऐसा लिखा है, सब कुछ खोलने के लिए चावी उनका हाथ में है। ഈ താക്കോലിന്റെ പ്രത്യേകത ആർക്കും പൂട്ടാൻ പറ്റാത്ത നിലകളിൽ തുറക്കാനും കഴിയും, ആർക്കും തുറക്കാൻ കഴിയാത്ത നിലകളിൽ പൂട്ടാനും കഴിയും. ये चावी का सविशेष यही है, प्रभु का हाथ में जो चावी है, जब प्रभु खोलेगा कोई भी इसको बंद कर नहीं सकेगा। प्रभु जब बंद करेगा कोई भी जितना चेष्टा करने से भी उसको खोल नहीं कर सकेगा। അപ്പൊ നമ്മൾ മാനസികമായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ വീടോടുള്ള ബന്ധത്തിൽ നമ്മള് നല്ല എത്ര വിലപിടിപ്പുള്ള താക്കോലുകൾ കൊണ്ട് പൂട്ടിയാലും അതിനെ തുറക്കാനുള്ള വിദഗ്ധന്മാർ ഈ ഭൂമിയിലുണ്ട്. പക്ഷേ ദൈവരാജ്യത്തിന്റെ താക്കോലിന്റെ പ്രത്യേകത, ഈ താക്കോൽ നിങ്ങളുടെ മേൽ കൈമാറപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അടയ്ക്കുന്നവനെ പിന്നെ ആർക്കും തുറക്കാൻ പറ്റത്തില്ല, നിങ്ങൾ തുറക്കുന്നവനെ പിന്നെ ആർക്കും അടയ്ക്കാനും പറ്റത്തില്ല. आमेन। मानसिक रीति से हम लोग सोचने से हम लोग बाड़ी को चाबी डालता है, सबसे दामी वाला चाबी शायद आप डालता है, तो भी मानसिक रीति से सोच लिए जितना बड़ा चाबी डालने से भी चोर लोग इतना अधिक क्लेवर होता है, उसको खोलने का तरीका होता है। तो भी प्रभु का राज्य में प्रभु का हाथ में जो चाबी है, जितना भी सामर्थ्य हो, शक्तिशाली हो, उसको जब प्रभु जो चाबी से बांध लेगा, प्रभु जो चाबी से खोल देगा, दुनिया में कोई भी उसको खोल नहीं सकता है, उसको बंद कर नहीं सकता है। ആമേൻ. അതുകൊണ്ടല്ലേ പഴയ നിയമത്തിന് കാര്യം പറയാം. എലിയാവെന്ന ദൈവമനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് പറഞ്ഞു. ആമേ, ഈ ആര് പറഞ്ഞോ ആ വ്യക്തി പിന്നീടും കൽപ്പിച്ചപ്പോഴാണ് മഴയും മഞ്ഞും പെയ്തത്. देखिए पुराना नियम में यह दर्शन एलिया का जीवन में था, इसलिए एलिया आहाब राजा का सामने खड़ा होकर बोला, जब तक मैं नहीं बोलेगा बारिश नहीं होगा। और हम लोग देखिए, जब तक एलिया फिर से नहीं बोला, बारिश और जगह में देश में नहीं था। अब എന്റെ ചോദ്യം അതെന്താ, എലിയാവെന്ന ദൈവമനുഷ്യൻ അടച്ചത് അവനെ കൊണ്ട് തന്നെയാണ് കർത്താവ് തുറപ്പിച്ചത്. അപ്പം എന്റെ ഒരു ചോദ്യം, വേണമെങ്കിൽ മറ്റൊരു വ്യക്തിയെ കൊണ്ട് കർത്താവിനെ തുറപ്പിക്കാമായിരുന്നു. അതല്ല കിങ്ഡത്തിന്റെ സിസ്റ്റം.
അതല്ല ദൈവരാജ്യത്തിന്റെ സിസ്റ്റം. അവൻ ദൈവരാജ്യത്തിന്റെ താക്കോലുള്ള ഒരു വ്യക്തി, ആ വ്യക്തി അടച്ചവനെ ആ വ്യക്തിക്ക് മാത്രമേ തുറക്കാൻ കഴിയത്തുള്ളൂ. देखिए प्रभु का राज्य का सविशेषता यही है, जो व्यक्ति से प्रभु बंद किया केवल वही व्यक्ति से उसको खोल हो सकता है। मानसिक तरीका प्रभु का राज्य का तरीका में बहुत अलग है। जो एलिया बारिश को बंद किया वही एलिया का द्वारा फिर से प्रभु बारिश देश में भेज दिया। आमीन। അവന്റെ അർത്ഥം ദൈവരാജ്യത്തിന്റെ താക്കോൽ ഇപ്പം എൽദോസ് പാസ്റ്റർ കയ്യിലും ദൈവരാജ്യത്തിന്റെ കീ ഉണ്ട്, എന്റെ കയ്യിലും ദൈവരാജ്യത്തിന്റെ കീ ഉണ്ട്. പക്ഷേ എൽദോസ് പാസ്റ്റർ ദൈവരാജ്യത്തിന്റെ കീയോടുള്ള ബന്ധത്തിൽ നിയോഗത്താൽ അടയ്ക്കുന്നവനെ സൈമന്റെ കയ്യിലിരിക്കുന്ന കിണ്ടത്തിന്റെ താക്കോൽ വെച്ച് ഒരിക്കലും തുറക്കാൻ പറ്റത്തില്ല. അത് തുറക്കണമെങ്കിൽ എൽദോസ് പാസ്റ്റർ തന്നെ അത് തുറക്കണം. देखिए इसका मतलब यही है, पास्टर साइमन का हाथ में प्रभु का राज्य का चाबी है, पास्टर एल्डोस का हाथ में प्रभु का राज्य का चाबी है। तो फिर प्रभु का 10 एल्डोस जो बांध लिया है, मैं जितना भी प्रार्थना करने से जो कुछ करने से मैं उसको प्रभु का राज्य में खोल नहीं सकता है। जो प्रभु का दास का द्वारा उसको बंद किया है उसको वो बात को खोलना पड़ेगा। ഇന്ന് രാത്രി അതുപോലെ വ്യക്തിപരമായി ചിലരുടെ മേൽ ചില താക്കോലുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൈമാറാൻ പോവുകയാണ്. आज रात असाधारण रीति से पवित्र आत्मा एक सामत का स्वर्ग राज्य का चाबी व्यक्ति का जीवन में प्रभु देना चाहता हूं। ഹല്ലേലൂയ. ഈ താക്കോൽ നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തെ തുറക്കാൻ കഴിയും. സ്വർഗത്തെ നിനക്ക് തുറക്കാൻ കഴിയും. जब प्रभु का राज्य का चाबी आपका हाथ में है, आप स्वर्ग को खोल सकता है। നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ താക്കോല് നിങ്ങൾ ഒരു ഇതിന്റെ മറ്റൊരു വശം പറയാം. ഈ താക്കോലിന്റെ പ്രത്യേകത ചിലപ്പോ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ആ താക്കോൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ ചിലവൊക്കെ തുറന്നു വരും. देखिए सच्चाई से ही है, कभी कभी आप नहीं पहचानने से भी जब प्रभु का राज्य का चाबी आपका पास है, आपको कभी कभी आप पहचानेगा नहीं तो फिर असाधारण रीति से मतलब ऑटोमेटिकली आपका सामने रास्ता खोल हो जाएगा। അതിന് ഞാനൊരു തെളിവ് പറയാം. പഴയ നിയമത്തിനകത്ത് ഈ ലൂസ് എന്ന് പറഞ്ഞ ദേശത്തിൽ യാക്കോബ് എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ അവൻ കടന്ന് ഉറങ്ങുകയാ ചെയ്തത്. കല്ല് തലയണയായി വെച്ച് ഉറങ്ങുമ്പോൾ അവനൊന്നും അറിയുന്നില്ല. പക്ഷെ അവന്റെ മുമ്പിൽ സ്വർഗം തുറക്കുകയാ. മനസ്സിലായോ? സ്വർഗം തുറന്ന് കോവേണി ഇറങ്ങി വരുന്നു, ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. ഇത് ഇവന്റെ പ്രാർത്ഥന കൊണ്ടല്ല തുറന്നു വന്നത്, ഇവന്റെ ആരാധന കൊണ്ടല്ല തുറന്നു വന്നത്. ഇവന്റെ മേൽ അങ്ങനെ ഒരു താക്കോലുണ്ട്. ആ താക്കോലുള്ളവൻ ആ ലൂസ് എന്ന് പറഞ്ഞ ആ ദേശത്തിൽ അല്ലെങ്കിൽ ആ കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങിയ സ്ഥലത്തിൽ അവൻ അന്തം വിട്ട് നിൽക്കുക. മുകളിൽ നോക്കുമ്പോ തുറന്ന സ്വർഗം തുറന്നിരിക്കുക. ഇതുപോലെ നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ഈ താക്കോൽ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ സംഭവിക്കും. आमीन। एक उदाहरण बोलने से ही है, पुराना नियम में याकूब लूस बोल के जो जगह में था और एक रात में वो सो रहे थे, उसको कटिया में नहीं, ऐसा वचन में लिखा है वो ओपन जगह में, उसको तकिया नहीं, वो पत्थर को तकिया करके रखे सो रहे थे। तो फिर वो स्वप्न में रात में एक दर्शन को देख रहे, वचन में ऐसा लिखा खुला हुआ स्वर्ग को वो देख रहे। वो देखिए याकूब का प्रार्थना का द्वारा खुला हुआ स्वर्ग को नहीं देखा, मतलब याकूब का कुछ काम का द्वारा नहीं देखा। तो फिर वास्तविक रीति से हमको मालूम होता है प्रभु का सीजन, प्रभु का योजना, प्रभु का अगुवाई उनका ऊपर था, इसलिए प्रभु उसका सामने स्वर्ग को खोल दिया। യാക്കോബ് വീട്ടിലിരുന്ന് വാസ്തവത്തിൽ ഓടി വരുന്നത് രക്ഷപ്പെടാനുള്ള ഈ വ്യക്തി വരുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയാ. കാരണം ഈ സഹോദരൻ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുമ്പോഴാണ് അവന്റെ മുമ്പിൽ ഈ തുറന്ന സ്വർഗത്തെ അവൻ കാണുന്നത്. अपने आदि पुस्तक पढ़ेगा तो मालूम होगा याकूब अपना जीवन का रक्षा के लिए भाग जा रहे लाबान से, उनका मतलब उन्होंने अपने जीवन के लिए भाग जा रहे, उसका मध्य में प्रभु का साथ मुलाकात, खुला हुआ स्वर्ग को देख रहे। ഇന്ന് രാത്രി രക്ഷപ്പെടാൻ വേണ്ടി ഓടി നടക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കാം. നിന്റെ ജീവിതത്തെ തിരിക്കത്തക്ക നിലകളിൽ അവൻ തുറന്ന സ്വർഗത്തിന്റെ അനുഭവം നിന്റെ ലൈഫിനകത്ത് ഉണ്ടാകാൻ പോവുക.
आज रात जीवन के लिए कुछ पाने के लिए दौड़ने वाला कुछ लोग के ऊपर पवित्र आत्मा बोल रहे, स्वर्ग का अनुभव, खुला हुआ स्वर्ग का अनुभव, स्वर्ग के साथ एक मुलाकात होने का समय प्रभु प्रकट करने के लिए जा रहे। അച്ഛാ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി ഓടി ഒളിക്കാൻ ഒളിക്കുമ്പോഴാണ് ആ ഒളിത്താവളത്തിന്റെ അകത്താണ് ഒരു ദർശനത്തെ യാക്കോബിന്റെ മേൽ ദൈവം കൈമാറിയത്. हमें जीवन का रेखा के लिए याकूब दौड़ के जा रहे, उसका मध्य में प्रभु का साथ एक मुलाकात, खुला हुआ स्वर्ग को याकूब देखा। आमेन। അപ്പൊ ചിലപ്പോ നമ്മളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ മാർഗത്തോട് നമ്മളെല്ലാം കണക്റ്റഡ് ആയത് എന്തിലോ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ. പക്ഷെ രക്ഷപ്പെടാൻ വേണ്ടി കണക്റ്റഡ് ആയ നമ്മുടെ മേൽ കർത്താവ് ഒരു വിഷനെ തുറന്നിട്ടത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ ബംഗാളിലാണെങ്കിലും എൽദോസ് പാസ്റ്റർ ഇങ്ങനെ ഒരു ചലനം പാസ്റ്ററിലൂടെ നടക്കാനുള്ള കാരണം, എന്തോ ഒരു കാലഘട്ടത്തിൽ രക്ഷപ്പെടാനുള്ള എന്തോ ഒരു മേഖലയുമായിട്ട് കണക്ട് ചെയ്താണ്, രക്ഷപ്പെടാൻ വേണ്ടിയാണ് മൂവ് ചെയ്തത്. പക്ഷെ അവിടെ കർത്താവ് നമ്മുടെ മേൽ ഒരു വിഷൻ തുറന്നു. ഓ ജീസസ്, ആ വിഷനാണ് ഇന്ന് രാത്രി ആളി കത്തിക്കൊണ്ടിരിക്കുന്നത്. आमेन। आज रात हम लोग भूलना नहीं, हम लोग कोई भी यह दर्शन को पाके प्रभु में नहीं आया जीवन में रखा पाने के लिए, जीवन में कुछ जरूरत का मध्य में, मुसीबत का मध्य में, एक चंगाई के लिए, एक छुटकारा के लिए हम लोग दौड़ के, ऐसा हम लोग प्रभु का राज्य में प्रवेश हुआ। तो फिर जब मैं और आप आशा नहीं करेगा, ऐसा समय में स्वर्ग का साथ मुलाकात होने के लिए, स्वर्ग का खुला हुआ स्वर्ग हमारा सामने दिखाने के लिए प्रभु चाहता। ഹോളി സ്പിരിറ്റ്. ഞാൻ അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിക്കേ, ഒരു ശൂന്യതയോടുള്ള ബന്ധത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശീമോൻ പത്രോസ് യേശുവായിട്ട് കണക്ട് ചെയ്തത്. പക്ഷെ അതാണ് അവനെ അപ്പോസ്തലനിലേക്ക് കൊണ്ടെത്തിച്ചത്. आमेन। देखिए, साइमन पीटर को हम लोग देखेगा, पतरस को देखेगा, जीवन को रेखा होने के लिए, रेखा पाने के लिए वो दौड़ रहे थे वही रास्ता में। जब उसका जीवन में शून्य था, सारे रात मेहनत किया, कुछ भी नहीं की मिला, वही परिस्थिति में यीशु का पास वो आया। तो फिर वो अनुभव उसको क्या कर दिया, एक बड़ा अपोस्तल करके प्रभु उनका जीवन को खड़ा किया। ഇന്ന് രാത്രി ഒരു ശൂന്യതയോടുള്ള ബന്ധത്തിലായിരിക്കാം നീ യേശുവുമായിട്ട് കണക്റ്റഡ് ആയത്. എന്നാൽ അതാണ് നിന്നെ ഒരു അപ്പോസ്തലനാക്കി മാറ്റാൻ പോകുന്നത്. അതാണ് നിന്നെ ഒരു പ്രവാചക നിയോഗത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പോകുന്നത്. आज रात कुछ लोग आपका जीवन का शून्य अवस्था में और कुछ रास्ता नहीं था, इसलिए प्रभु का रास्ता में शायद आप आया। तो फिर वो जो रास्ता में आप आया, इधर ही आपको कुछ लोगों को प्रभु अपोस्तल करके, कुछ लोगों को प्रभु भविष्यवक्ता करके, कुछ लोगों को प्रभु का अगुवाई में पवित्र आत्मा का सेवकाई के लिए प्रभु अलग करना चाहता हो। ആരെങ്കിലും ഫിനാൻഷ്യലി ഭയങ്കര ശൂന്യതയ്ക്കകത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പകലും നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാ പ്രവചിക്കുന്നു, അത് നിങ്ങളുടെ മേൽ കിടക്കുന്ന ഒരു പ്രവാചക വിളിയുടെ അടയാളമാണ്. അത് നിങ്ങളുടെ മേൽ കിടക്കുന്ന ഒരു അപ്പോസ്തലിക വിളിയുടെ അടയാളമാണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ശൂന്യതയ്ക്കകത്തു നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. आज रात कुछ लोग जीवन का शून्य अवस्था में मेरा आवाज को सुन रहे, शायद अपना पैसा का जरूरत में है, बड़ा मुसीबत में है। तो फिर आपका यह शून्य अवस्था आपको एक अपोस्तल बनाने के लिए, आपका जीवन में कभी भी नहीं देखा ऐसा पवित्र आत्मा का गहराई में अपना जीवन को इस्तेमाल करने के लिए पवित्र आत्मा चाहता हूं। കണ്ടോ അല്ലെ, ശീമോൻ പത്രോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശൂന്യതയ്ക്കകത്താ. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിനകത്ത് നമ്മൾ വരുമ്പോ ഇവൻ ഒരു സമയം ഇവൻ സ്റ്റാർട്ട് ചെയ്തത് ശൂന്യതയ്ക്കകത്താ. ആ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിറവ് അവന്റെ, എങ്ങനെ പറയാനാ, സമർത്ഥി. ഇത് ആരും തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. നിറവ് അവന്റെ കാൽക്കീഴിലായിരുന്നു, സമർത്ഥി അവന്റെ കാൽക്കീഴിലായിരുന്നു. കാരണം ഇവരിലൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ജനം തിരിച്ചറിഞ്ഞപ്പോൾ അവർക്കുള്ളത് മുഴുവൻ വിറ്റ് പറക്കി, ഒന്നുകൂടെ എങ്ങനെ പറയാ, ഈ പണച്ചാക്കിനെ കൊണ്ട് അവന്റെ കാൽക്കീഴിടുവായിരുന്നു.
देखिए, हम लोग पीटर का जीवन शुरू हो गया एक शून्य अवस्था से शुरू हो गया, तो भी उसका जीवन का अंत में देखिए प्रभु उसको भरपूरी में खड़ा किया। जहां पर पीटर गया प्रभु भरपूरी से उनका सामने प्रभु रास्ता को खोला, प्रभु चमत्कार को किया। और हम लोग देखता है अपोस्तल लोग का सामने अपना जमीन को बिक्री करके अपना पैसा अपना बहुमूल्य बात को बिक्री करके कहां दे दिया? अपोस्तल लोग का पाव का सामने रख दिया। बोलने से उन लोग का हाथ में, अपोस्तल पीटर का हाथ में प्रभु ने क्या दिया? शून्य अवस्था से प्रभु उसको भरपूरी दिया। आमेन। ഹോളി സ്പിരിറ്റ്. നിങ്ങള് അബ്രഹാമിനെ എടുത്ത് പഠിച്ചു നോക്കുകയാണെങ്കിൽ അബ്രഹാം ആരംഭിച്ചത് ശൂന്യതയ്ക്കകത്താ. പക്ഷെ ചില അധ്യായങ്ങൾ മാറുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അബ്രഹാമിനെ കുറിച്ച് അബ്രഹാം ബഹുസമ്പന്നനായി തീർന്നു. अब्राहम के बारे में हमको देख सकेगा, अब्राहम जब अपना जीवन प्रभु का साथ शुरू किया शून्य अवस्था में शुरू किया। तो फिर वचन में थोड़ा अध्याय आगे बढ़ने से आदि पुस्तक में पढ़ सकता है अब्राहम सबसे बड़ा धनिक व्यक्ति था। അതിനർത്ഥം വേറെ ഒന്നുമല്ല, നിന്റെ ശൂന്യതയാണ് നിന്റെ മേൽ കിടക്കുന്ന വലിയ പ്രോജക്റ്റുകളുടെ വമ്പൻ പ്രോജക്റ്റുകളുടെ സൈനാണ് നീ നിലവിൽ അനുഭവിക്കുന്ന ശൂന്യത. आज कुछ लोग को देखे पवित्र आत्मा बोलना चाहता हूं, आपका जीवन में आज जो शून्य अवस्था है यही है प्रभु आपके लिए करने के लिए जा रहे बड़ा प्रोजेक्ट के लिए, बड़ा काम के लिए, प्रभु का बड़ा महिमा के लिए एक चिन्ह है आज का आपका जीवन का शून्य अवस्था। അബ്രഹാമേ, ദൈവം നിന്നെ ചിലത് വിടാൻ പറഞ്ഞത് നിന്നെ ചിലത് ദൈവം വിടാൻ പറഞ്ഞത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലിരിക്കുന്ന മണൽത്തരി പോലെ ഹല്ലേലൂയ അസംഖ്യമായ അളവിൽ അവന്റെ മഹത്വത്തിന്റെ ധനത്തെ നിന്റെ മേൽ തുറക്കാൻ വേണ്ടിയാ. ഓ आमेन। प्रभु अब्राहम को सब कुछ छोड़ के जाने के लिए बताया। क्यों बताया? आकाश का तारा का समान, समुद्र का हालेलुया बालू का समान अब्राहम को जीवन को आशीष करने के लिए, दुनिया का सामने प्रभु का महिमा अब्राहम का द्वारा प्रकट करने के लिए प्रभु अब्राहम को बुलाहट दिया। आमेन। हालेलुया। ഇന്ന് രാത്രി ആത്മാവിനെ അടുത്ത് നോക്കിക്കേ, പത്രോസ് എക്സ്പെർട്ടാണ്, മീൻ പിടിക്കുന്നതിൽ എക്സ്പെർട്ടാണ്. എന്നാൽ കർത്താവ് പറയാ നീ അവന്റെ അകത്ത് എക്സ്പെർട്ടാ, പക്ഷേ ഇന്ന് മുതൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റാൻ പോവുക. ശ്രദ്ധിക്കണം, പത്രോസ് മീനിനെ പിടിക്കുന്നതിൽ എക്സ്പെർട്ടാ, പക്ഷെ കർത്താവ് പറയാ നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവനാക്കി മാറ്റാൻ പോവുക. അപ്പൊ മനുഷ്യരെ പിടിക്കുന്നവനാക്കി മാറ്റാൻ പോകുകയെന്നൊരു ശബ്ദം കേട്ടപ്പോൾ അവൻ എന്തിനകത്ത് എക്സ്പെർട്ടാണോ അതിനെ അവൻ വിടാൻ തയ്യാറായി. അവിടെയാണ് പത്രോസിന്റെ മേൽ ഒരു വലിയ ജയം വെളിപ്പെട്ടത്. आमेन। दे पीटर का जीवन में देखिए, पीटर जिसमें परिचय था उसका एक्सपीरियंस मछली पकड़ना में था। जब प्रभु उसको बुलाहट दिया, प्रभु बोला अभी से मछली पकड़ने के लिए नहीं है, मनुष्य को पकड़ने के लिए मैं तेरा जीवन को इस्तेमाल करेगा। तो फिर क्या है, जब प्रभु का बुलाहट पीटर का ऊपर आया, जो उसको परिचय था अपना परिचय को छोड़ के, जो उसको परिचय नहीं था वो रास्ता में प्रभु का साथ चलने के लिए पीटर तैयार था। आमेन। ഓഹോ, ഞാൻ അവിടെ ഒരു ദൂത് പറയാൻ പോവാ. ഈ സൃഷ്ടികളോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാണെങ്കിൽ ഈ മനുഷ്യന്മാര് കീഴടക്കുന്നത് പലപ്പോഴും മനുഷ്യന്മാരെ കീഴടക്കാനാണ് എന്നെ സംബന്ധിച്ചോളം. അവരെ ഒന്ന് സ്വാധീനിക്കാനാണ്, അല്ലെങ്കിൽ അവരെ ഒന്ന് പിടിക്കാനാണ് ഏറ്റവും പ്രയാസമുള്ള വിഷയം. ഈ മീനിനെ പിടിക്കാന്ന് പറഞ്ഞാൽ, ഞാനൊരു ഭയങ്കര വെളിപ്പാടാണ് ആത്മാവ് ഞാൻ കൈമാറാൻ. ഈ മീനിനെ പിടിക്കാന്ന് പറഞ്ഞാൽ ഇതിന്റെ മേൽ ഓൾറെഡി കർത്താവ് നമുക്കൊരു അധികാരം തന്നിട്ടുണ്ട്. എന്നാന്നറിയാമോ? ഈ സകലതയും വാഴാനുള്ള ഒരു അധികാരം. ഓ, എന്നോട് ആരുമില്ല, മനസ്സിലായോ? ഹലോ, ഞാൻ പറയുന്നു, അതായത് മീനോടുള്ള ബന്ധത്തിൽ കർത്താവ് സകലവും സൃഷ്ടിച്ച മനുഷ്യനോട് എന്താണ് പറഞ്ഞേ? അതിനെ വാഴാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പം ഈ മീനോടുള്ള ബന്ധത്തിൽ, മൃഗങ്ങളോടുള്ള ബന്ധത്തിൽ, മറ്റുള്ള എല്ലാറ്റെയും വാഴാൻ വേണ്ടിയാണ് മനുഷ്യനെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഈ മനുഷ്യനെ വാഴുക എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര സിമ്പിളായ കാര്യമല്ല. അത് നടക്കണമെങ്കിൽ ഒരുവന്റെ ഉള്ളിൽ ദൈവം വെളിപ്പെട്ടു വരണം. आमेन, हालेलुया। देखिए, मनुष्य एक मछली को पकड़ना बोलने से बड़ा बात नहीं है।
क्यों? मतलब प्रभु जब आदि पुस्तक में मनुष्य को अधिकार दिया, दुनिया का सारे जानवर के ऊपर, पक्षी मतलब सारे जंतु के ऊपर प्रभु ने अधिकार दिया, उसको प्रभावित करने के लिए प्रभु अधिकार दिया, उसका ऊपर राजत्व करने के लिए प्रभु अधिकार दिया। तो फिर जीवन का सबसे कठिन बात यही है, मनुष्य को प्रभावित करने के लिए, जैसा प्रभु पीटर को बुलाहट दिया मनुष्य को पकड़ने के लिए, ये सबसे कठिन बात है। मनुष्य का परिचय से, शक्ति से दूसरा व्यक्ति को हम प्रभावित कर नहीं सकता है। केवल पवित्र आत्मा का शक्ति से, सामर्थ से हम दूसरा लोग को प्रभु का राज्य में खड़ा कर सकता है। आमेन। ഹല്ലേലൂയ. ഇന്ന് രാത്രി കിണ്ടത്തിനകത്ത് നമുക്കുള്ള പൊസിഷൻ എന്നാന്നറിയാമോ? ഹലോ, ഇത് കേട്ട ആമേൻ. നിങ്ങൾക്ക് മനസ്സിലായ? എനിക്ക് ഉറപ്പാ നിങ്ങൾ നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിക്കും. ആമേൻ. ആമേൻ. മനുഷ്യനെ പിടിക്കാനുള്ള അധികാരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഓ, हमें प्रभु का राज्य में प्रभु हमको दिया अधिकार, हमारे लिए दिया पोजीशन नहीं है मनुष्य को प्रभावित करने के लिए, मनुष्य को प्रभु का राज्य में खड़ा करने का अधिकार प्रभु आज रात मेरा आवाज को सुनने वाला हर एक जन का ऊपर प्रभु दिया है। आमीन। മനുഷ്യനെ സ്വാതന്ത്ര്യമാക്കുന്ന ഒരു അധികാരമാണ്, ഒരു താക്കോലാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. मनुष्य को स्वतंत्र करने का एक चाबी, प्रभु का राज्य का चाबी प्रभु आपका हाथ में दे दिया है। शाबाश। ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഈ മീറ്റിംഗിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾ ആരും സാധാരണക്കാരല്ല. ആമേൻ. നിങ്ങൾ മനുഷ്യരെ പിടിക്കേണ്ടവരാണ്, നിങ്ങൾ മനുഷ്യരെ സ്വാതന്ത്ര്യമാക്കേണ്ടവരാണ്, നിങ്ങൾ മനുഷ്യരെ ദൈവത്തിലേക്ക് തിരിക്കേണ്ടവരാണ്. आज रात प्रार्थना सभा में जुड़ा हुआ कोई भी व्यक्ति साधारण व्यक्ति नहीं है। पवित्र आत्मा आपको चुन लिया है इस समय के लिए, पीढ़ी के लिए, मनुष्य को स्वतंत्र करने के लिए, मनुष्य को प्रभु का राज्य में खड़ा करने के लिए, मनुष्य का जीवन को प्रभावित करने के लिए, स्वतंत्र करने के लिए प्रभु आपको चुन लिया है। आमेन। കെട്ടപ്പെട്ട് കിടക്കുന്ന 10,000 തുറന്നു വിടാനുള്ള ഒരു താക്കോലാണ് കർത്താവ് നിന്റെ കയ്യിലേക്ക് കൈമാറിയിരിക്കുന്നത്. आमेन। हजारों लोग सैतान बांध कर रखा है, ऐसा लोग को अंधकार से सैतान जो प्रभावित किया है, ऐसा लोग को बंधन से खोल के उन लोग को आजादी देने का चाबी प्रभु का राज्य में प्रभु आपका हाथ में दे दिया है। ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ചില മിനിറ്റുകൾ അന്യഭാഷയിലത് പ്രാർത്ഥിക്കാമോ? कुछ लोग, सभी लोग थोड़ा समय प्रार्थना कीजिए अन्य भाषा में, थोड़ा समय प्रभु से बात कीजिए। प्रभु ने जो दिया अधिकार को पहचान के यीशु बाबा से बात कीजिए। रोबो होसी याला मान हसी रोखो बोहोसी याम ते देखे बारा रिबाल हसिया बाला हसिया जिबाला खुरा बाला हसिया खुरा। सभी लोग अन्य भाषा में थोड़ा समय प्रार्थना कीजिए। लिबरा गडरगा सियाम थना रोको रिमा हसिया लबूनी हसिया रमशा खुरा बरगा सियाम थना रमशा लोखो बरगा हसम दूरा हसिया। कुछ खोलने का चाबी प्रभु आपका हाथ में दे दिया है। रबलगा शमदरा हसिया ठरगसिया। आज शायद आपका जीवन कुछ बंधन में होगा, तो फिर याद कीजिए कुछ बात को खोलने का चाबी प्रभु आपका जीवन में दे दिया है। पवित्र आत्मा से खड़ा कीजिए। रोबोसियम धुरा रमशा लखूरी बिरिगसियम धरार्थना अर्थना रगलकना दिगारगसिया। Open up your mouth and speak to Jesus. Lord hasiyam dana. You may be struggling with something this evening, but God has chosen you that you will be a blessing for the nation. Hallelujah. दुनिया को स्वतंत्र करने के लिए लिबार्थना का शमदर जना अर्थना रगमसिया धुरा रगलकना अर्थना रगलकना दिगारगम संदर जना का सियाम थने रीमा हसिया लबोनी हसियाम धनारगसी अर्थनम जीवल कबरग डरगस समदर जाना। कुछ खोलने के लिए, कुछ खोलने के लिए, कुछ खोलने के लिए उडबलग समदर जानगसिया। कुछ परिवार को स्वतंत्र करने के लिए उडबल कनग समदर जानगसिया। कुछ व्यक्ति को स्वतंत्र करने के लिए, कुछ देश को स्वतंत्र करने के लिए सभी लोग प्रार्थना कीजिए, प्रार्थना कीजिए। लिबरा गडरग सियाम थने रोखो मन हसिया लम थुरा हसिया रमशा लघूरी बिरी गडरगलकना रमसा धुरा रबरथुना रगलकना रगाथना अर्थना रगल का नगर समदर जाना। सैतान का गुलामी में और रबल का पाप का गुलामी में सैतान जो रखा है कुछ परिवार को, कुछ जीवन को यीशु का नाम से, यीशु का नाम के स्वतंत्र करने के लिए
हो राबा बाबा शांठाला रखाबाना रिखा बाकाथुरी भिखा बाकाथुला रिमसा लोखोरी बागा सिया चला। ये वचन को स्वीकार करके प्रार्थना कीजिए। रबल कबाना का शब्दना प्रभु ने अधिकार दे दिया है, प्रभु ने अधिकार दे दिया है। रोबा लगा थूरा बा लगा शब्दना अभी गुलामी में नहीं है, अभी शून्य अवस्था में नहीं है, भरपूरी में, भरपूरी में। सभी लोग मुंह खोल कर बोलिए भरपूरी में, भरपूरी में। उड़ाबला बला शमदरा राजा सियाम तरह गल करा आनंद का भरपूरी, आनंद का जो कुछ अपना जीवन में प्रयोजन आचे, सैतान जो कुछ आपका जीवन से ले लिया, जो कुछ आपका जीवन में नष्ट हुआ, यीशु का नाम से, यीशु का नाम से वापस Thank you, पाने Lord. का Thank you, Lord. समय है। रो सेखे मा रसी याला माथुरा रिको Shabu, रिबा रसी लिबो रिबा तने रिबासिया। ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവ് പറഞ്ഞ അങ്ങനെ ഒരു ഭയങ്കര അസാധാരണമായ ആത്മമണ്ഡലത്തെ പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നതിന് മേൽ ഇന്ന് രാത്രി തുറക്കാൻ പോവുകയാണ്. ऐसे का साधारण रीति से प्रभु का सामर्थ, प्रभु का राज्य का छावी, प्रभु कुछ लोग को ऊपर आज रात प्रभु खोल रहे। അവൻ മനുഷ്യന്മാരെ, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, മനുഷ്യന്മാരെ വാഴണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മേൽ ദൈവം സജീവമാകണം, നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് സജീവമാകണം. मनुष्य को राजत्व करने के लिए, कुछ मनुष्य को स्वतंत्र करने के लिए मेरा और आपका शक्ति से नहीं होगा, हमारे अंदर पवित्र आत्मा का शक्ति चाहिए। കാരണം പഴയ നിയമത്തിൽ ഈ വാഴുക എന്ന് പറഞ്ഞൊരു വെളിപ്പാട് പറഞ്ഞപ്പോൾ ഈ മനുഷ്യ വാഴുക എന്നൊരു അർത്ഥത്തിലല്ല ദൈവം പറഞ്ഞത്, മറ്റുള്ള സകല സൃഷ്ടികളെയും നീ വാഴുമെന്നാണ് പറഞ്ഞത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആ സിസ്റ്റം നേരെ മാറുകയാ. മനുഷ്യനെ വാഴത്തക്ക നിലകളിൽ ഒരു ദൈവത്വത്തെ കർത്താവ് നിന്റെ മേൽ തുറക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു വാഴ്ചയുടെ ദൂതിനെ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറിയത്. पुराना नियम में हम लोग देखता है प्रभु राजत्व करने के लिए प्रभु अधिकार दिया, तो फिर क्या था, पशु पक्षी का ऊपर, तो फिर मनुष्य का ऊपर प्रभु राजत्व करने के लिए अधिकार नहीं दिया। नया नियम में हम लोग देखता है प्रभु, नया नियम में प्रभु कलीसिया का द्वारा प्रभु का राज्य का चाबी को प्रभु दे दिया, ताकि मनुष्य को हम प्रभावित कर सकता है, मनुष्य को हम स्वतंत्र कर सकता है। പ്രിയപ്പെട്ട നിങ്ങൾ മനുഷ്യനെ പിടിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ, ഈ മനുഷ്യനെ, പത്രോസേ നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അപ്പം ഞാൻ ശ്രദ്ധിക്കണം എന്റെ കൂടെ, അപ്പൊ ഈ മനുഷ്യനെ പിടിക്കാനുള്ള എന്തോ ഒരു അധികാരം ദൈവം ഇവന്റെ മേൽ കൈമാറി, അതാണ് അവന്റെ അർത്ഥം. जब प्रभु ने पीटर को बोला मैं तेरे को मनुष्य को पकड़ने के लिए मैं बुलाहट दिया, इस्तेमाल करे, इसका मतलब मनुष्य को प्रभावित करने के लिए कुछ अधिकार प्रभु पीटर को ऊपर दे दिया है। ഞാൻ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. നമുക്ക് നിയമപരമായി നല്ല പരിചയമുള്ളവരാണ് നമ്മളെല്ലാവരും. ഒരു വ്യക്തിയെ പിടിക്കാൻ വരിക, പോലീസ് പിടിക്കാൻ വരിക, ആ വ്യക്തിയുടെ പെർമിഷൻ അല്ല പോലീസിന് വേണ്ടത്. ഓ, എന്നോട് ആരുമില്ല. ഈ പോലീസ് ഒരു വ്യക്തിയെ പിടിക്കാൻ വരുക, ഈ പിടിക്കാൻ വരുന്ന വ്യക്തിയുടെ പെർമിഷൻ പോലീസിന് വേണ്ട. ഓ, പോലീസിന് അതിന്റെ മുകളിലുള്ള ആരാണ്ടോ ഒരു വ്യക്തി പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ദൂതന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം നീ മനുഷ്യനെ നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കാൻ പോവാന്ന് ദൈവം പറഞ്ഞപ്പോ മനുഷ്യന്റെ പെർമിഷൻ, പത്രോസിന് മനുഷ്യരെ പിടിക്കാം, അതിന് മനുഷ്യരുടെ പെർമിഷൻ പത്രോസിന് ആവശ്യമില്ല. കാരണം അതിനു വേണ്ടിയുള്ള ഒരു പെർമിഷൻ, അതിനു വേണ്ടിയുള്ള ഒരു അതോറിറ്റി ദൈവം അവന്റെ മേൽ കൈമാറിപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഒരു അധികാരത്തിലാണ് സഭ ഇന്ന് രാത്രി ചലിക്കുന്നത്. आज रात मैं कलीसिया को बोलना चाहता हूं, देखिए पुलिस एक व्यक्ति को पकड़ने के लिए वो व्यक्ति का अनुमति नहीं लेता है। पुलिस को जो उसका ऊपर अधिकारी से जब अधिकार मिलता है, ऑर्डर मिलता है, वो ऑर्डर के अनुसार वो व्यक्ति को पकड़ने के लिए जाता है। वैसा जब प्रभु ने पीटर को बोला जब मनुष्य को पकड़ने के लिए मैं तेरे को अलग करे, इसका मतलब क्या है, पीटर का ऊपर मनुष्य को प्रभावित करने के लिए, मनुष्य का स्वतंत्र करने के लिए एक अधिकार प्रभु ने स्वर्ग से दे दिया है। आमीन। शबाल हसिया रबाना चबल कबरगसिया टेरेसी पास्टर अनम्यूट ചെയ്യണേ ശബൽ കബറഗസിയാം തന്നെ പാസ്റ്റർ അൺമ്യൂട്ട് ചെയ്യണേ ശബൽ കബറ
എന്താ പക്ഷെ മ്യൂട്ട് ആവുകയാണല്ലോ പിന്നെ. ഓക്കെ, അച്ഛാ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെളിപ്പാട് പറയുന്നത്. ഇപ്പം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യമാണ്. എന്തോ ഒരു അസാധാരണമായ മൂവിലേക്ക് സഭയെ കർത്താവ് കൊണ്ടുപോകാമോ? मैंने सबसे प्रथम बार ऐसा एक दर्शन को मैं आप लोग का सामने शेयर कर रहे, मैं कभी भी ऐसा वचन को शेयर नहीं किया। इसका मतलब पवित्र आत्मा कुछ असाधारण रीति से कलीसिया को इस्तेमाल करना चाहता हो। शबाल हसिया बरा चिबल कबर गडर सियाम थुरा रगसिया धना। सभी लोग प्रार्थना में बैठिए। शिखोरी बसियाम थुरा रगल खना रोसिया रौमन हस्तिया बलखोरी बसिया रबोसिया रिंठिनी। അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദൈവരാജ്യത്തിന്റെ അകത്ത് നിൽക്കുന്ന നമ്മുടെ മേൽ, നമ്മളോടുള്ള ബന്ധത്തിൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു വാറണ്ടാണ് നമ്മുടെ കൈ കർത്താവ് വന്നിരിക്കുന്നത്. आमेन। प्रभु का राज्य में प्रभु बुलाहट दिया हर एक व्यक्ति का ऊपर। प्रभु ने ऐसा अधिकार दिया, ये दुनिया का कोई व्यक्ति को अरेस्ट करने के लिए जैसा पुलिस के ऊपर अधिकार है, ऐसा स्वर्ग राज्य का अधिकार प्रभु आपको दे दिया है। आमेन। അതിന്റെ അർത്ഥം നിന്റെ മുമ്പിൽ ആർക്കും കീഴടങ്ങാതിരിക്കാൻ പറ്റത്തില്ലെന്ന്. നിന്റെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ ആർക്കും കീഴടങ്ങാതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു പൊസിഷനിലാണ് ചർച്ചിനെ കർത്താവ് വച്ചിരിക്കുന്നത്. इसका मतलब ऐसा है, कलीसिया को प्रभु ऐसा अधिकार में खड़ा किया है। कलीसिया का सामने कोई भी बड़ा अधिकार नहीं है, कोई भी बड़ा शक्ति नहीं है, कोई भी बड़ा व्यक्ति नहीं है। आमेन। അതെ, സഭയെ കീഴടക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ, മറ്റാർക്കും കഴിയത്തില്ല. കാരണം സഭയുടെ മുമ്പിൽ മറ്റെല്ലാം കീഴടങ്ങും. मतलब दुनिया का सब कुछ कलीसिया का अधीन में होगा। कलीसिया का ऊपर केवल एक ही अधिकार होगा, वो केवल प्रभु यीशु का अधिकार है। आमेन। അതുകൊണ്ട് ഇന്ന് രാത്രി ബംഗാളിൽ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറാം. സഭയ്ക്ക് വിരോധമായി എത്ര വലിയ ശക്തമായ നിയമങ്ങൾ വന്നാലും, എത്ര വലിയ ശക്തമായ പ്രതികൂലങ്ങൾ വന്നാലും, എത്ര വലിയ ശക്തമായ പ്രതിസന്ധികൾ വന്നാലും സഭയെ നീ കീഴടങ്ങത്തില്ല. കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത് കീഴടങ്ങാൻ വേണ്ടിയല്ല, രാജ്യങ്ങളെ കീഴടക്കാൻ വേണ്ടിയാ. ओ आज रात कलीसिया को आत्मा में मैं बताना चाहता हूँ, कलीसिया का सामने जितना बड़ा समस्या हो, कितना बड़ा परिस्थिति हो, कलीसिया पराजित नहीं होगा। पवित्र आत्मा बंगाल में कलीसिया को खड़ा करने का समय है। असाधारण रीति से प्रभु का महिमा में कलीसिया को प्रभु अधिकार से सब कुछ प्रभावित करने के लिए, सब कुछ अधीन रखने का अधिकार से, अभिषेक से प्रभु कलीसिया को खड़ा कर रहे। ദാനിയേലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് വിരോധം എത്ര ശക്തമായ നിയമങ്ങൾ വന്നാലും ആ നിയമങ്ങൾക്ക് മുമ്പിൽ നീ കീഴടങ്ങത്തില്ല. അതിനെ നീ കീഴടക്കും. അത് നിന്റെ കഴിവ് കൊണ്ടല്ല, നീ സേവിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം അതായതുകൊണ്ട് അതാണ് നിന്റെ മേൽ മാനിഫെസ്റ്റ് ആകുന്നത്. आमेन। दानियल का जीवन में देखिए, दानियल का सामने जितना बड़ा नियम हो, जितना बड़ा अधिकारी हो, वो नियम नहीं, अधिकार नहीं है। सब कुछ दानियल का अधीन में आया, सब कुछ दानियल प्रभावित किया। ऐसा अधिकार में, अभिषेक में प्रभु दानियल को खड़ा किया। പഴയ നിയമത്തിൽ ഇരിക്കുന്ന ഒരു ഭക്തന്റെ മേൽ അങ്ങനെ ഒരു തലം തുറന്നെങ്കിൽ, ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ മക്കളാണ്, നമ്മൾ അവകാശികളാണ്, നമ്മൾ രാജാക്കന്മാരാണ്, നമ്മൾ പുരോഹിതന്മാരാണ്, നമ്മൾ സർവത്തിനും യജമാനന്മാരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിലൂടെ അത് സംഭവിക്കത്തില്ലേ? आमेन। देखिए, पुराना नियम में एक दानियल का द्वारा ऐसा शक्ति प्रभावित करने के लिए प्रभु दिया, तो नया नियम में हम दास नहीं है, हम पुत्र है, हम अधिकार है। जो कुछ प्रभु में है सब कुछ हमारा अवकाश से, कितना ज्यादा शक्ति से, अभिषेक से दुनिया को, लोग को प्रभावित करने के लिए पवित्र आत्मा ये पीढ़ी में मेरा और आपका जीवन को इस्तेमाल करेगा। ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി സഭ ഒരു കാര്യം തിരിച്ചറിയണം. ചർച്ച് എന്ന് പറഞ്ഞാൽ, സഭ എന്ന് പറഞ്ഞാൽ നമ്മളാണ്. നമ്മളെ കർത്താവ് വച്ചിരിക്കുന്ന പൊസിഷനെ ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയാൻ തയ്യാറായാൽ, നമ്മൾ ചിലവിനെ നോക്കി അധികാരത്തോട് കൽപ്പിക്കാൻ തയ്യാറാകും. ചിലവിനെ നോക്കി അധികാരത്തോട് പ്രവചിക്കാൻ തയ്യാറാകും. ചിലവിനെ അധികാരപൂർവം നമ്മൾ പിടിച്ചെടുക്കും. അങ്ങനെ ഒരു തലത്തിലേക്ക് ഇന്ന് രാത്രി സഭയെ കർത്താവ് മൂവ് ചെയ്യാൻ പോവുകയാണ്.
आज रात कलीसिया ये अधिकार को पहचानना है। पवित्र आत्मा कलीसिया को ऐसा अधिकार में खड़ा करना चाहता है। कलीसिया के सामने कोई भी अधिकार, कोई भी नियम, कोई भी बात रुकावट नहीं होगा। आज पवित्र आत्मा कलीसिया को ऐसा सुपर नेचुरल, असाधारण रीति का अधिकार से, अभिषेक से कलीसिया को प्रभु खड़ा करना चाहता हो। शाबाला हसिया बना Jesus, Jesus, Jesus. Libori baragada siam thana ragasiathana ragalkana digaragam siam thana ragalkana digaragasi शिबालगधुरा। सभी लोग प्रार्थना कीजिए। पास का कनेक्शन में थोड़ा प्रॉब्लम है, वो अभी कनेक्ट करेगा। शबूली हसियाम थरा रबार्थले रिखबलग समथुरा रबसियाथले जीबाल हमसिया रोखो रिबुको रिबा हसियांथला रिमशा रोखो रिबाल हसियाथना रबन हसियाथना। प्रभु को धन्यवाद कीजिए। प्रभु अधिकार के लिए धन्यवाद। प्रभु ने दिया वो अधिकार के लिए धन्यवाद। शेखे मारा हसियाम थुरा रबल हतर हसियांथने। Holy Spirit. Pastor കേൾക്കാമോ? പാസ്റ്റർ കേൾക്കാം പറഞ്ഞ പാസ്റ്റർ. Oh, thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you. Shababa Rikatana Riyatal Proposi Alkabana Shikara Gatana. Holy Spirit. അതുകൊണ്ട് ഏതൊരു വിഷയത്തിന് നമുക്ക് ആവശ്യം കീയാണ്. അതിനെ ഇന്ന് രാത്രി നമ്മുടെ മേൽ ദൈവം തുറക്കുകയാണ്. आज याद कीजिए, हर समस्या के लिए, हर जरूरत के लिए हमारे लिए जरूरत क्या है? हमको एक चाबी जरूरत है। आज रात पवित्र आत्मा कलीसिया के ऊपर खाली ये चाबी को प्रभु खोल रहे। ഓ ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കേട്ടത് അങ്ങനെ ഒരു വാക്യമാണ്, ഒരു കീ വേർഡാണ് ദൈവം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവുടെ നിയോഗത്തോടെ നിങ്ങൾ വായിച്ചു കേൾപ്പിച്ചത്. आज रात जो वचन हम लोग प्रेरित का पुस्तक से पढ़े थे, ये चाबी है। ये समय के लिए प्रभु ने दिया चाबी है। ആമേ ശ്രദ്ധിക്കുക. അപ്പം യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആമേ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, താൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ചു. എന്നിട്ട് അവരോടൊരു പ്രോമിസിനെ കർത്താവ് കൈമാറി. ആ പ്രോമിസ് വേറെ ഒന്നുമല്ല, പരിശുദ്ധാത്മാവായിരുന്നു. प्रभु यीशु का मृत्यु का बाद प्रभु पुनरुत्थान हो गया। प्रभु का लोग का सामने खड़ा होकर प्रभु बोला, प्रभु का लोग अपेक्षा करना है, और प्रभु यही अपेक्षा करने के लिए यही प्रॉमिस वायदा प्रभु दिया। प्रभु अपना सामत को, पवित्र आत्मा को कलीसिया का ऊपर प्रभु भेज देगा। ഒന്നുകൂടെ പറഞ്ഞു പോയി, ശിഷ്യന്മാരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഇനി ഒരു ഉണർവ് സാധ്യതയുണ്ടോ എന്നീ സഭയൊക്കെ കുറച്ച് മുമ്പൊക്കെ കർത്താവ് സഭ എന്നൊക്കെ പറഞ്ഞു, സഭ എന്നൊക്കെ പറഞ്ഞു, അതിനൊക്കെ സാധ്യതയുണ്ടോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ മേൽ ദൈവം കൈമാറിയത് പരിശുദ്ധാത്മാവിനെയായിരുന്നു. देखिए, जब प्रभु यीशु का मृत्यु का बाद चेला लोग संदेह में था, अभी क्या होगा, क्या सेवकाई होगा, सारे आशा खत्म हो गया। ऐसा परिस्थिति में उन लोग बैठा था। उसी समय हम लोग मालूम होता है 120 लोग अपेक्षा किया, उन लोग के ऊपर प्रभु कलीसिया का ऊपर प्रभु स्वर्ग का शक्ति प्रभु दे दिया। ഞാൻ ഒരു നിങ്ങളോട് ദൈവസ്നേഹത്തെ ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കില്ലെന്നല്ല, പക്ഷെ ദൈവത്തിന്റെ ഒരു ഇഷ്ടം നിങ്ങൾ വഴി തുറക്കുന്നവരായി മാറണം. അതാണ് ദൈവഹൃദയത്തിലെ ഏറ്റവും വലിയുള്ള ആഗ്രഹം. देखिए, प्रभु चाहता हम, प्रभु निश्चय आपके लिए रास्ता को खोलेगा। तो फिर प्रभु का हृदय का इच्छा यही है, मैं और अब रास्ता को खोलना है। आमेन, ഹല്ലേലൂയ. ആ വഴി നിങ്ങൾ വഴി തുറക്കുന്നവരായി മാറണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം പരിശുദ്ധാത്മാവിനെയാണ്. आपको रास्ता को खोलने वाला बनना है, दूसरा को स्वतंत्र करने वाला बनना है। उसके लिए मेरा आपका जरूरत यही है, पवित्र आत्मा। ഞാൻ ഒന്നുകൂടെ അറിയി പറഞ്ഞു, നമ്മുടെ അപ്പന്റെ ഇഷ്ടം മക്കളായ നമ്മൾ വിലസണമെന്ന്. हमारा पिता यीशु बाबा चाहता हो हम लोग प्रभु का राज्य में हम शाइन करना है, ये तारा का समान। ഒന്നുകൂടെ അറിയി പറഞ്ഞു, നമ്മുടെ അപ്പന്റെ ആഗ്രഹം അവന്റെ തലയോളം വളരണമെന്ന. हमारा पिता चाहता हो, हमारा पिता जितना बड़ा था वैसा हम सामर्थ से, अभिषेक से बड़ा होना है। അതിനാവശ്യം നമുക്ക് കാറല്ല, അതിനാവശ്യം നമുക്ക് വീടല്ല, അതൊക്കെ ദൈവം തരില്ലമല്ല. അതിന് നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവാ. उसके लिए हमारा जरूरत गाड़ी नहीं है, बाड़ी नहीं है, पैसा नहीं है। उसके लिए हमारे लिए प्रयोजन अच्छे पवित्र आत्मा। शबाला हाथुरा हसियाम थना चिबल करबरा गडरगा सियाम थने रिगसिया थना। जीसस 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 जीसस
Hallelujah. Shabala kuri bikasiatan. Jesus, Jesus. Thank you, Jesus. ഹല്ലേലൂയ. Amen. ആമേൻ, ആമേൻ. അച്ഛാ കേൾക്കാമോ അച്ഛാ? ആ നെറ്റ്വർക്കിൽ ഇപ്പൊ എന്തോ കേൾക്കാം പാസ്റ്റേ, ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് പാസ്റ്റേ, കണക്ഷൻ ഇടയ്ക്ക്. ഓക്കെ ഓക്കെ. അതിന് നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്. ഇന്ന് രാത്രി ഒരു കാര്യം തിരിച്ചറിയണം, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടോ, നിനക്കെല്ലാം ഉണ്ട്. ഓ, आज रात है सच्चाई भूलना नहीं है, पवित्र आत्मा आपका अंदर है, पवित्र आत्मा का शक्ति को अभिषेक को पाया है, आप जीवन में सब कुछ पाया है। ഹലോ, ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടെന്ന് ഉറപ്പ് നിനക്കുണ്ടോ, നിനക്കെല്ലാം ഉണ്ടെന്ന്. हमें और एक बार मैं बोलना चाहता हूं, पवित्र आत्मा को पाया है, वो हिम्मत आपका अंदर है, इसका मतलब आप दुनिया में सब कुछ पाएगा। 23 സങ്കീർത്തനത്തിനകത്ത് ഒരു വാക്യമുണ്ട്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കാരണം ആലയത്തിന്റെ അകത്താണ് ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ദാവീദ് പറയാ, നന്മ എന്നെ ഫോളോ ചെയ്യും, കരുണ എന്നെ ഫോളോ ചെയ്യും. ഇന്നത്തെ കാലഘട്ടം വെച്ച് നോക്കുവാണെങ്കിൽ വീട് എന്നെ ഫോളോ ചെയ്യും, കാർ എന്നെ ഫോളോ ചെയ്യും, സമ്പത്ത് എന്നെ ഫോളോ ചെയ്യും. ഞാൻ അവന്റെ സാന്നിധ്യത്തിലായിരിക്കും, ഞാൻ അവന്റെ പ്രസൻസിലായിരിക്കും, ഞാൻ അവന്റെ ആത്മാവിലായിരിക്കും. आमेन। दाऊद 23 गीत संगीत 23 में बोलता है, मैं प्रभु को उपस्थिति में होगा, मैं प्रभु का आत्मा में होगा। तो फिर दाऊद बोलता हूं, दुनिया का जो कुछ है भलाई है, उत्तम बात है, सब कुछ क्या है, मेरा पीछे पीछे, मेरा पीछे पीछे। आज का तरीका से बोलने से गाड़ी है, बाड़ी है, जो कुछ आपके लिए प्रयोजन आचे, अपने प्रभु को उपस्थिति में था, वो प्रभु का सम्मुख में, प्रभु का आत्मा में मजबूत होके हालेलुया प्रभु को उपस्थिति में बैठेगा, तो फिर सब कुछ आपके लिए जो प्रयोजन आचे अपना पीछे पीछे आसबे। आमेन। ആത്മാവാണ് ഏറ്റവും വലിയ വാഗ്ദത്തം, പരിശുദ്ധാത്മാവാണ്. हमारे लिए सबसे बड़ा वायदा प्रभु का पवित्र आत्मा है। പരിശുദ്ധാത്മാവിലാണ് നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉള്ളത്. हमारे सारे आशीष पवित्र आत्मा में है। പരിശുദ്ധാത്മാവിലാണ് നമ്മുടെ ശുശ്രൂഷയുള്ളത്. हमारा सेवकाई पवित्र आत्मा में है। പരിശുദ്ധാത്മാവിലാണ് നമ്മുടെ വരങ്ങൾ ഉള്ളത്. पवित्र आत्मा में है, जो कुछ वरदान हम प्राप्त होना है पवित्र आत्मा में है। പരിശുദ്ധാത്മാവിലാണ് നമ്മുടെ ഫലങ്ങൾ ഉള്ളത്. हमारा जीवन में जो कुछ फल होगा प्रभु के लिए पवित्र आत्मा का फल है। ക്രിസ്തീയ ജീവിതത്തിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണത, ദൈവത്തിന്റെ സർവസമ്പൂർണത നമ്മുടെ മേൽ റിവീൽ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിലാണ്. मतलब पवित्र आत्मा में वो भरपूरी हमारा ऊपर आता है। ആമേൻ. ദൈവം എന്ന് പറഞ്ഞ പെർഫെക്റ്റ് ആണ്, യേശപ്പ എന്ന് പറഞ്ഞ പെർഫെക്റ്റ് ആണ്. ഈ പെർഫെക്ഷനെ നമ്മളിൽ റിലീസ് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. यीशु बाबा परिपूर्ण आचे, पवित्र आचे, तो फिर ये पवित्रता, ये परिपूर्णता हमारा पाबो पवित्र आत्मा ते पाबो। അല്ലേ, അതുകൊണ്ട് ഇന്ന് രാത്രി മറ്റെന്തിനോ പ്രയോറിറ്റി കൊടുത്തല്ല നമ്മൾ മുമ്പോട്ട് ചലിക്കേണ്ടത്. ഹോളി സ്പിരിറ്റിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു പ്രത്യേക ഒരു അനുഭവം നമ്മുടെ മേൽ ഇന്ന് രാത്രി കർത്താവ് തുറക്കാൻ ആഗ്രഹിക്കുന്നു. हमारा जीवन में और कुछ बात के लिए प्रायोरिटी बहुमूल्यता नहीं है, पवित्र आत्मा को बहुमूल्यता देने के लिए पवित्र आत्मा हर एक जन को उत्साहित करना चाहता। പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ, പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. पवित्र आत्मा हमको अगुवाई देगा। പരിശുദ്ധാത്മാവ് നമ്മളെ ശുശ്രൂഷിക്കട്ടെ, പരിശുദ്ധാത്മാവ് നമ്മളെ ശുശ്രൂഷിക്കട്ടെ. पवित्र आत्मा हमको सेवकाई करेगा। പരിശുദ്ധാത്മാവ് പട്ടണങ്ങളെ പിടിക്കട്ടെ. पवित्र आत्मा शहर शहर को स्वतंत्र करेगा। ഈ ഒരു റേഞ്ചിലേക്ക് കയറി കഴിഞ്ഞാൽ ഒറ്റ ദൂത് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. ഈ പുസ്തകം आपको बोल के मैं आप लोगों के लिए प्रार्थना करने के लिए जा रहे हैं। ഈ പുസ്തകം വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്നാണ് എഴുതേണ്ടത്, പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയാണ്. ये बोई का नाम ऐसा देना था पवित्र आत्मा का काम, तो फिर ऐसा लिखा है प्रेरित का काम। അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിൽ അവരുടെ പേരിനെ അപ്പോസ്തലന്മാരുടെ പേരിനെ സ്വർഗം ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങി. आमेन। इसका मतलब यही है, पवित्र आत्मा का साथ जब चलना शुरू हो गया, प्रभु ने क्या किया, अपोस्तलों का नाम को बहुमूल्यता दिया। അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവാണ് നമ്മളെ നടത്തുന്നത്. ഞാൻ പറയും, എന്റെ ഒരു ആശയം പറയാം, ഇനി നടക്കാൻ പോകുന്ന പ്രവൃത്തിയല്ല
ഹോളി സ്പിരിറ്റിന്റെ പ്രവൃത്തി എന്നല്ല പറയുന്നത്, എൽദോസ് പാസ്റ്റർ പ്രവൃത്തി അല്ലെങ്കിൽ സൈമൺ പാസ്റ്റർ പ്രവൃത്തി. ഇത് അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ 12 പേരാ. യാക്കോബിന്റെ പ്രവൃത്തി അല്ല, അങ്ങനെയല്ലേ അർത്ഥമാക്കുന്നത്. യാക്കോബിന്റെ ആമേൻ. പ്രവൃത്തി, പത്രോസിന്റെ പ്രവൃത്തി, യോഹനാന്റെ പ്രവൃത്തി. ഹലോ, സ്തോത്രം ആമേൻ. സ്തോത്രം. ആമേൻ. ഇന്ന് പകൽ ചർച്ച് ഹോളി സ്പിരിറ്റിനെ ഫോക്കസ് ചെയ്ത് ചലിക്കുന്നതാണെങ്കിൽ, നമ്മൾ ഹോളി സ്പിരിറ്റ് ആത്മാവ് നടത്തുന്നത്, ആത്മാവാണോ നമ്മളെ നടത്തുന്നത്? നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിന് പ്രവചിക്കാം, അടുത്ത തലമുറ അവൻ നിങ്ങളുടെ പേര് പറയത്തക്ക നിലകളിൽ ദൈവരാജ്യത്തിനകത്ത് പ്രത്യേക ഒരു പൊസിഷൻ നിങ്ങൾക്കുണ്ടായിരിക്കും. आमेन। मैं आप लोग को देखे आत्मा में बोलना चाहता हूं, जब अपोस्तल लोग आत्मा में चलना शुरू हो गया, पवित्र आत्मा अपोस्तल लोग का नाम में दुनिया में पहचानना शुरू हो गया। जैसा पास्टर का मैं हर एक जन का नाम का द्वारा पवित्र आत्मा आज आपका जीवन में पहचानना चाहता हो। मैं और आप पवित्र आत्मा का साथ चलने के लिए तैयार है। आपका पीढ़ी पीढ़ी तक आपका नाम को याद करेगा। ऐसा एक बेदारी के लिए, ऐसा एक छुटकारा के लिए, ऐसा एक महान काम प्रभु अपना द्वारा अपना देश में प्रकट करना चाहता हूं। आमेन। ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്കൾ അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. ഇതിനകത്ത് सभी ഒരുപാട് लोग കാര്യം प्रार्थना പറയാൻ कीजिए, सभी लोग प्रार्थना कीजिए।